ഞങ്ങൾ അറിവില്ലാത്ത കാലത്ത് തന്നെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റിനോടാണ് ഞങ്ങൾക്ക് ചായ കൊണ്ടായിരുന്നത് ചെറിയ കുട്ടികളാകുമ്പോൾ. അത് വലുതായി വന്നപ്പോഴും അതിനോട് തന്നെയായി ഞങ്ങൾക്ക്. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും ലക്ഷങ്ങളല്ല കോടികൾ തരുന്നെന്നാലും ഞങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കില്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്യുള്ളൂ. അത് ഞങ്ങളുടെ കുടുംബപരമായിട്ട് അങ്ങനെ, ഞങ്ങളുടെ തറവാടായിട്ടും എല്ലാവരും അങ്ങനെ തന്നെയാണ്. അവർ അന്നത്തെ കാലത്ത് കോൺഗ്രസ്സുകാരായിരുന്നത്. പിന്നെ അമ്മേനൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റിലേക്ക് ആക്കി വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് മാമ്മമാരോട്. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് അറിവായി, ഞങ്ങൾ വോട്ടിന് അറിയാമെന്നുള്ളതായപ്പോൾ ഞങ്ങൾ അപ്പച്ചനെ എപ്പോഴും മാറിയിട്ടില്ല. പക്ഷെ അമ്മ മാമ്മമാരും പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ അവർ കമ്മ്യൂണിസ്റ്റിലേക്കായി അവർ. പക്ഷെ എനിക്ക് അന്നത്തെ കാലത്ത് നായനാരോട് ഒരു പ്രത്യേക ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പോഴും നായനാരോട് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴുള്ള ഭരണാധികാരികളോടൊക്കെ സ്നേഹം തന്നെ. എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് എന്നും ഒരു സ്നേഹവും ബഹുമാനം എന്നും ഉണ്ടാവും. മരിക്കണ വരെ അതന്നെ. കണ്ടിട്ടില്ല. പിണറായി വിജയനൊക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ട്. നായനാറിനെ കാണാൻ പറ്റിയിട്ടില്ല. VS അച്യുതാനന്ദനെ ഞങ്ങൾ തേക്കിങ്ങാട് മൈതാനത്തിൽ പോയിട്ട് അന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ പിന്നെ അന്ന് ഗുരുവായൂർ ചാവക്കാട് വന്നപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്. ഗവൺമെൻറ് നല്ല കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നുള്ളത്. പാവപ്പെട്ട ജനങ്ങൾക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്തു തന്നുള്ളത്. ഞങ്ങൾക്കായിട്ട് ഇപ്പോൾ പെൻഷനായാലും എന്ത് കാര്യങ്ങളായാലും അതുപോലെ ഇനിയിപ്പോൾ വിലക്കയറ്റ അതൊക്കെ അവകാശങ്ങൾ പിടിച്ചെടുക്കാനൊക്കെ അവർ തന്നെയാണ്. ഞങ്ങൾ സാധുക്കൾക്ക് മറ്റുള്ളവരുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾക്ക് എന്നും സഹായമാണ് അവരത്. അതിപ്പോൾ ഇത് എല്ലാ പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു മത്സരം നടക്കുമ്പോൾ പറയില്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു ഇത് അത് നമ്മൾ സത്യസന്ധമായിട്ടുള്ളത് എന്താണെന്ന് അവർക്ക് തന്നെ കട്ടോർക്കൻ